ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ പ്രതീക്ഷിക്കാതെ നല്ലൊരു വേനൽ മഴ എന്നാണ് കിട്ടിയിട്ടോ. അപ്പോൾ മഴക്കിന് ചെറുതായിട്ട് തോർന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നമ്മുടെ സൂര്യകാന്തി തോട്ടം ചളവറ, പാലക്കാട് ചെറുപ്പുളശ്ശേരി ചളവറയല്ല, സൂര്യകാന്തി തോട്ടം പോകാൻ പ്ലാനിട്ട് കാണട്ടോ. സത്യം പറഞ്ഞാൽ അതിനു വേണ്ടി പോയതൊന്നുമല്ല, ഇവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് മഴ ഉള്ള നല്ലൊരു പൂതി, അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. മഴ ഉള്ളതുകൊണ്ട് പൂതി ഇങ്ങനെ മാറിയിട്ട്, കാരണം നല്ല കുണ്ടും കുഴിയും ചളിയും വെള്ളവും ഇങ്ങനെ ഒരു റോഡ് പാലക്കാട് ജില്ലയിലുണ്ട് പറയുന്നത് തന്നെ നാണക്കേടാണ്. കാരണം കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഒരു പാർട്ടി ഇവിടെ ഭരിക്കുന്നുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഫെസിലിറ്റി ഇവിടെ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ എന്തായാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലെ ചളവറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ചളവറ സെൻട്രൽ നിന്ന് ചേറമ്പറ്റക്കാവാണ് ഈ കാണുന്നത്. ആ കാണുന്ന ചേറമ്പറ്റക്കാവിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ കേട്ടോ. അപ്പം നമ്മൾ നേരെ ആ റോഡിലൂടെ വന്ന് എത്തിച്ചേരുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലം പറഞ്ഞാൽ ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ, ഒരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ഒരു വണ്ടിക്ക് അറ്റ് ടൈം പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വന്ന് നമ്മുടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടോ. ബൈക്കും കാറിനും പാർക്ക് ചെയ്യാനുള്ള സ്പേസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേര് പറയുന്നത് മുസ്തഖീം നഗർ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഈ തോട്ടത്തിൻ്റെ പേര് 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് വരുന്നത് കേട്ടോ. 20 രൂപക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരു സൂര്യകാന്തി തോട്ടമൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് തന്നെയാണ് കേട്ടോ. പിന്നെ 30 രൂപക്ക് നമുക്ക് സൂര്യകാന്തിയുടെ സീഡ്സ് അതുപോലെ വിത്തുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 30 രൂപക്ക് വിത്തൊക്കെ വാങ്ങിയിട്ട് ഇവിടുന്ന് പോവാട്ടോ. ഞങ്ങൾ വന്ന സമയം നല്ല മഴയായതുകൊണ്ട് പൂവൊക്കെ ചെറുതായി ഇങ്ങനെ വാടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കണം, നല്ല വെയിലുള്ള സമയത്ത് വരണം. നല്ല വെയിലുള്ള സമയത്താണ് സൂര്യകാന്തി നന്നായി വിടർന്ന് നിൽക്കുക കേട്ടോ. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗൂഡല്ലൂർ, ഗുണ്ടൽപേട്ട് പോലത്തെ തമിഴ്നാട് ഏരിയകളിൽ മാത്രമാണ് ഈ സൂര്യകാന്തി തോട്ടമൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇത് അറിയുന്നതും ഇത് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം നാട്ടിലായതുകൊണ്ട് ഒന്നും നോക്കില്ല, വേഗം വന്നു. അതിന് പുറമെ ഇവർ പുതിയൊരു ടാങ്കെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറേ കളർ ഫിഷൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലുതായി ഒന്നുകൂടി നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവർ ഈ തോട്ടം ഒന്നും കൂടി വൈഡാക്കി വലുതാക്കാനുള്ള നല്ല പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടി പ്രിപ്പറേഷൻസൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല മനോഹരമായ ഒരു അടിപൊളി സൂര്യകാന്തി തോട്ടം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സൂര്യകാന്തി ഇങ്ങനെ അടുത്തുനിന്ന് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കും ഫാമിലികൾക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. നമ്മുടെ കേരളത്തിലെ എൻ്റെ അറിവിലെ ആദ്യത്തെ സൂര്യകാന്തി തോട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്തായാലും ഈ സ്ഥലത്തുനിന്ന് വരണം കേട്ടോ. നിങ്ങളുടെ ഫാമിലി ആയിട്ടോ നിങ്ങൾ കപ്പിൾസ് ആയിട്ടോ വന്നിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ബൈക്കിലൂടെ മഴയും കൊണ്ട് നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്തു.